നിസ്സാരമായ ഒരു പ്രമേഹം ചികിത്സിക്കുവാനായിട്ട് വളരെ കുറച്ച് മാത്രം പഞ്ചസാര കൂടുതലായിട്ടുള്ള എനിക്ക് എന്തിനാണ് ഡോക്ടറെ ഈ 5-6 മരുന്നുകൾ എഴുതി തരുന്നത്? പഞ്ചസാരയ്ക്കുള്ള ഒരു ഗുളിക മാത്രം പോരെ? ഈ കണ്ട മരുന്നുകളെല്ലാം കഴിച്ച് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ കിഡ്നിയും എൻ്റെ കരളും എല്ലാം നശിച്ചു പോകില്ലേ? ഇങ്ങനെ മരുന്നുകൾ കഴിച്ചല്ലേ ഈ കണ്ട എല്ലാ പ്രമേഹ രോഗികൾക്കും ഹൃദ്രോഗം വരുന്നതും ഡയാലിസിസ് വേണ്ടി വരുന്നതും. സ്ഥിരം കേൾക്കുന്ന ഇമെയിലായിട്ടും കത്തുകളായിട്ടും ഫോൺ കോളുകളായിട്ടും ഒക്കെ ഞങ്ങൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. പ്രത്യക്ഷത്തിൽ തമാശയായിട്ട് തോന്നാമെങ്കിലും ഈ ചോദിക്കുന്നയാൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ ഡയബറ്റിസ് ടീം അംഗങ്ങൾക്ക് നന്നായിട്ടറിയാം. പ്രമേഹം ഉള്ള ഒരാൾക്കല്ലേ അത് ചികിത്സിക്കുവാനുള്ള ബുദ്ധിമുട്ടറിയുകയുള്ളൂ. വാസ്തവം. HbA1c 9 ഫാസ്റ്റിങ്ങും പോസ്റ്റ് പ്രാൻഡിയലും ഒരു 110 250 ഉള്ള ഒരു പേഷ്യൻ്റ് വരുമ്പോൾ എന്തുകൊണ്ട് പഞ്ചസാര കുറയുവാനുള്ള മരുന്നുകൾ മാത്രം എഴുതി കൊടുക്കാതെ 7, 8, 10 മരുന്നുകൾ എഴുതി കൊടുക്കുന്നു? രോഗികൾക്ക് അത് അറിയുവാനുള്ള അവകാശമുണ്ട്. അത് ചോദിക്കുക തന്നെ വേണം. ഇതിന് കാരണമുണ്ട്. കാരണം പ്രമേഹം എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരനല്ല. ഇന്ന് ഭൂമുഖത്ത് നമ്മൾ ക്യാൻസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭയത്തോടെ ബഹുമാനത്തോടു കൂടി അറിവോടെ ചികിത്സിക്കേണ്ട ഒരു രോഗമാണ് പ്രമേഹം. പ്രമേഹത്തെ പഠിക്കാതെ മനസ്സിലാക്കാതെ അലസതയോടെ അവഗണിച്ചുകൊണ്ട് ചികിത്സിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വൃക്കസ്തംഭനങ്ങളും ഹൃദ്രോഗങ്ങളും കൈകാൽ പെരുപ്പും ലൈംഗിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും എല്ലാം. അതിന് മരുന്നുകളെ പഴിചാരിയിട്ട് കാര്യമില്ല. പക്ഷെ തീർത്തും ആ ഒരു ചോദ്യം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതിനെ നിസ്സാരവൽക്കരിക്കുന്നില്ല. അതിൽ കുറേ ശരിയുമുണ്ട്. കള്ളൻ്റെ കയ്യിൽ കഠാര കൊടുക്കുന്നത് പോലെ ആകരുത് മരുന്നുകൾ ഉപയോഗിക്കുന്നത്. നിരവധി മരുന്നുകൾ പ്രതിരോധത്തിനായിട്ടും വൃക്ക സംരക്ഷിക്കുന്നതിനും മൈക്രോ ആൽബുമിനൂറിയ ചികിത്സിക്കുന്നതിനും രക്തസമ്മർദ്ദം ചികിത്സിക്കുന്നതിനും അല്പം മാത്രം കൂടുതലുള്ള LDL കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ചിലപ്പോൾ തീരെ കുറഞ്ഞു പോയ ഒരു HDL കൊളസ്ട്രോൾ കൂട്ടുന്നതിനും ഒപ്പമുള്ള മറ്റ് രോഗങ്ങൾ ഭാവിയിൽ വരുവാൻ സാധ്യതയുള്ള ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിക്ക്, ഒരു സമഗ്രമായ പ്രതിരോധ ചികിത്സയ്ക്ക് തീർച്ചയായിട്ടും നിരവധി ഔഷധങ്ങൾ വേണ്ടിവരും. സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരിക്കാൻ. പക്ഷേ മരുന്നുകൾ നിരവധി ഉപയോഗിക്കുമ്പോൾ അത് പരസ്പരമുള്ള പ്രതിപ്രവർത്തനം, അതിൻ്റെ ഓരോന്നിൻ്റെയും പാർശ്വഫലങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമാണോ ദോഷമാണോ, ദീർഘകാലം അത്തരം മരുന്നുകൾ ഉപയോഗിക്കാമോ, ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടോ, പ്രയോജനം ലഭിക്കുന്നതോടൊപ്പം ഏതെങ്കിലും പാർശ്വഫലങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ നമുക്ക് ഈ മരുന്നുകളെല്ലാം എടുത്ത് വെറുതെ ഉപയോഗപ്പെടുത്തിയിട്ട് പ്രയോജനമില്ല. ഉദാഹരണത്തിന് പ്രമേഹ രോഗികൾക്ക് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ രക്തത്തിലെ കൊളസ്ട്രോൾ ഒരു 135 കവിയുന്നത് പോലും വളരെ കൂടുതലാണ്. പല വിദ്യാഭ്യാസമുള്ള രോഗികൾ പോലും ലാബ് റിപ്പോർട്ട് എടുത്ത് കൊളസ്ട്രോളിൻ്റെ വാല്യൂ 200 വരെ നോർമലാണ്, എനിക്ക് 190 ഉള്ളൂ, നോർമലാണ് എന്ന് ആശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വിഡ്ഢികളാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. കൊളസ്ട്രോൾ 150 മതി പ്രമേഹമുള്ള രോഗികൾക്ക് പക്ഷാഘാതവും ഹൃദയസ്തംഭനവും ഉണ്ടാകാനായിട്ട്.
കൂടാതെ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ലൈംഗികാസക്തി കുറഞ്ഞു വരിക, ഉദ്ധാനശക്തി നഷ്ടപ്പെടുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഈ പറയുന്ന അല്പം മാത്രം കൂടി നിൽക്കുന്ന കുഴപ്പം, അല്പം മാത്രം കൂടി നിൽക്കുന്ന രക്തസമ്മർദ്ദവും മാത്രം മതി. രക്തസമ്മർദ്ദം ഉള്ള രോഗികൾ ഒരുപാട് പേരെ ഞങ്ങൾ കാണാറുണ്ട്. മൈക്രോ ആൽബുമിനൊക്കെ മൂത്രത്തിൽ കൂടുതലായിട്ടുള്ള. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് സാറ് ബി പിക്കുള്ള മരുന്ന് കഴിക്കാതിരുന്നത്? അത് ഞാൻ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ബി പി എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബി പി എപ്പോഴും നോർമലാണ് ഡോക്ടറെ. ബി പി എത്രയായിരുന്നു സാറിന്? ബി പി നോർമലായിരുന്നു. അല്ല, എത്രയായിരുന്നു? അതിന് മറുപടിയില്ല. ബി പി നോർമലായിരുന്നു, പക്ഷെ എത്രയായിരുന്നു എന്നൊരു സംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല. ഈ ഉദാഹരണങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, മലയാളികൾക്ക് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, വിവരമില്ല എന്നതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയധികം ഹൃദ്രോഗങ്ങളും ഇത്രയധികം ആശുപത്രികളും പ്രമേഹത്തിൻ്റെ അനുബന്ധ രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് വേണ്ടി മാത്രം ഇത്രയും കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും കേരളത്തിലുണ്ടായി? പ്രമേഹം മാത്രമാണ് ഈ കണ്ട എല്ലാ വ്യവസായത്തെയും പിടിച്ച് നിർത്തുന്നത്. നമ്മൾ മലയാളികൾ മണ്ടന്മാരാണ് എന്നതിന് ഇതിനേക്കാളും കൂടുതൽ എന്തുദാഹരണമാണ് വേണ്ടത്? പ്രമേഹത്തിന് നിരവധി ഔഷധങ്ങൾ ഒരുമിച്ച് വേണം. ഒരുപാട് പരിശോധനകൾ ആവശ്യമാണ്. പ്രമേഹം ചികിത്സിക്കുമ്പോൾ ഒന്നോർക്കുക, ആധുനിക പ്രതിരോധ ചികിത്സ കൂടുതൽ ചെലവേറിയതായിരിക്കാം. പക്ഷേ അത് സ്വീകരിക്കുന്നത് വഴി നിരവധി ഔഷധങ്ങൾ ഒരുമിച്ച് കഴിച്ചുകൊണ്ട് ഏതൊക്കെ രോഗങ്ങളാണ് ഭാവിയിൽ വരുവാൻ സാധ്യതയുള്ളത് അതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുകയാണ്. അവർക്ക് നമ്മളൊരു ഭാരമായി മാറാതിരിക്കുകയാണ്. വാർദ്ധക്യകാലം നമ്മൾ സുഖമായി ജീവിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൂടിയാണത്. കഴിക്കുന്ന ഓരോ ഔഷധത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കുക, പാർശ്വഫലങ്ങൾ മനസ്സിലാക്കുക, ഗുണദോഷങ്ങൾ മനസ്സിലാക്കുക, എന്തൊക്കെ പരിശോധനകൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നതും ചോദിച്ചോ വായിച്ചോ മനസ്സിലാക്കുക. അങ്ങനെ മാത്രമേ പ്രമേഹ രോഗ ചികിത്സ പരിപൂർണമായും വിജയം എന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടാകും, പക്ഷേ 5, 10, 15, 20 വർഷങ്ങൾ കഴിയുമ്പോൾ പ്രമേഹം വരുത്തി തീർക്കുന്ന എല്ലാ രോഗങ്ങളും നമുക്ക് പിടിപെടുകയും ചെയ്യും. അങ്ങനെ ഒരിക്കലും നമ്മുടെ മലയാളികൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, യത്നിക്കാം. ഞങ്ങളെ കത്തിലൂടെയും ഇമെയിലിലൂടെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഇൻ്റർനെറ്റ് സുഹൃത്തുക്കൾക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത മാസം കാണും വരെ ജ്യോതിദേവ്സ് ഡയബറ്റിസ് റിസർച്ച് സെൻറ്റർ ടീം അംഗങ്ങളിൽ നിന്നും നന്ദി, നമസ്കാരം.